ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു 52 cc ബ്രഷ് കട്ടറായിരുന്നു, അതിനെക്കുറിച്ചായിരുന്നു കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ കമൻറ്റുകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് 52 cc ഉള്ള പലർക്കും യോജിപ്പാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ചില കമൻറ്റുകളിൽ ഞാൻ കണ്ടു, അതിൽ ഈ ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് 52 cc വരുന്ന വലിക്കുമ്പോൾ സ്റ്റാർട്ടറിലുള്ളൊരു കംപ്ലൈൻ്റ് ആണെന്ന്, വലിക്കുമ്പോൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരുന്നു, ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്, അത് കംപ്ലൈൻറ്റ് വരുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് പരിഹാരം ചില സുഹൃത്തുക്കൾ നിർദ്ദേശിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് പരിചയമുള്ളവർ തന്നെയാണ് അത് നിർദ്ദേശിക്കാനിടയായത്. അപ്പോൾ അത് ആ കമൻറ്റ് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഈ വലിക്കുന്ന, അതായത് ഈ സ്റ്റാർട്ടർ സെറ്റിൻ്റെ കംപ്ലൈൻറ്റ് എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ വലിക്കുന്ന കുറച്ചുകൂടെ എഫേർട്ട് കുറവാക്കിക്കൊണ്ട് നമുക്ക്, അതായത് ഇപ്പോൾ 100% ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെങ്ങനെ 50% കുറയ്ക്കാം. പൂർണ്ണമായിട്ട് കുറയ്ക്കാൻ കഴിയത്തില്ല, ഞാൻ അതിൻ്റെ കാരണങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എത്ര കുറയ്ക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 52 cc ബ്രഷ് കട്ടർ. ഇത് ഒരു സ്റ്റാർട്ടർ സെറ്റാണ്, പക്ഷേ ഇത് ലൈറ്റാണ്. ഈ ടൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ വേഗം കംപ്ലൈൻ്റ് ആകുന്നതാണ്. ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഈ ടൈപ്പാണ് ഇടേണ്ടത്, കുറച്ചുകൂടെ ഹെവിയാണ്. അതുപോലെ തന്നെ നമ്മൾ തമ്മിൽ നോക്കിയാൽ അത് മനസ്സിലാവും, അത് കുറച്ച് ലൈറ്റാണ്, വേഗം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ആ മോഡൽ ഒരുപോലെയാണെങ്കിലും വ്യത്യാസമുണ്ട്. ഇത് ഡബിൾ സ്പ്രിങ്ങുള്ള നമ്മുടെ കിസാൻ ക്രാഫ്റ്റ് ബ്രഷ് കട്ടർ, അതുപോലെ തന്നെ ജാഫ, ഇതിലൊക്കെ വരുന്ന ടൈപ്പ് നല്ല ഹെവി സ്റ്റാർട്ടർ സെറ്റാണ്. ഇതും ഇതിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ക്ലച്ച് ഡ്രൈവ് എന്ന് പറയും. ഇത് നമ്മൾ മാറ്റണം, എന്നാലേ നമുക്ക് ഇങ്ങനത്തെ സ്റ്റാർട്ടർ സെറ്റുകൾ പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇതിലെ ബോൾട്ടുകൾ അഴിക്കാനും ടൈറ്റ് ചെയ്യാനും ഞാൻ 5mm 4mm വരെ അല്ലെങ്കിൽ എടുത്തിട്ടുണ്ട്. 4 ബോൾട്ടുകൾ എടുത്തിട്ടുണ്ട്. ഫോർമമിൻ്റെ അല്ലെങ്കിൽ ഉപയോഗിച്ചാണ് നമ്മൾ അഴിക്കുന്നത്. ബോൾട്ടുകൾ ലൂസാക്കിയിട്ടുണ്ട്. നാല് ബോൾട്ടുകൾ നമ്മൾ അഴിച്ചെടുക്കണം. സ്റ്റാർട്ടർ സെറ്റ് ഊരിയെടുക്കുന്ന വിധമാണ്. അപ്പോൾ ഇതിനകത്ത് നല്ലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഈ മോഡലിൽ തന്നെ. ഇതിൽ വൈറ്റ് വരുന്നത് അത്ര നല്ല ക്വാളിറ്റി ഉണ്ടാവില്ല. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്റ്റാർട്ടർ സെറ്റ് തന്നെയാണ്. പക്ഷേ ടൈറ്റ് കൂടും എന്നുള്ളത് സ്റ്റാർട്ടർ സെറ്റിൻ്റെയും ആ സ്റ്റാർട്ടർ പുള്ളിയുടെയും പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമുക്കത് ആ പുള്ളി അഴിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിൽ കരുതിയിരുന്ന 4 അല്ലെങ്കിൽ ബോൾട്ടുകൾ ഉപയോഗിച്ച് ക്ലച്ചിൻ്റെ ഭാഗത്ത് ഫ്ലൈ വീൽ നമ്മൾ ഇപ്പോൾ ടൈറ്റ് ചെയ്യുകയാണ്. ഒരുപോലെ വേണം ടൈറ്റ് ചെയ്യാൻ. ഒരു ഭാഗം കയറി ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈ വീലിന് പ്രശ്നം ഉണ്ടാക്കും. 4 ബോൾട്ടുകൾ ഒരേ സൈസിൽ വേണം നമ്മൾ ടൈറ്റ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബോൾട്ടുകൾ ഫ്ലൈ വീലിലേക്കാണ് ടൈറ്റ് ചെയ്യുന്നത്, കറങ്ങാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. ഒരുപോലെ വേണം ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് ടൈറ്റായിട്ടുണ്ട്. 14-ൻ്റെ ഒരു റിംഗ് സ്പാനറാണ് ഞാനിത് അഴിക്കാനെ കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ വരുന്ന നട്ടിൻ്റെ സൈസ് 14 ഡബിൾ എൻഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് അഴിക്കാൻ സാധിക്കും. എന്നാൽ റിംഗ് സ്പാനറാണ് ഏറ്റവും നല്ലത്.
നമ്മളിത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള ക്ലച്ച് ഡ്രൈവ് ഇതിലേക്ക് പിടിപ്പിക്കുകയാണ്. ഈ മോഡലിൽ 2 ടൈപ്പ് ക്ലച്ച് ഡ്രൈവുകൾ വരും. ഈ ക്ലച്ച് ഡ്രൈവിൽ നമ്മൾ കാണുന്നത് 2 പ്ലാസ്റ്റിക് ബുഷുകളാണ്. ഇതുപോലെ തന്നെ മറ്റൊരു മോഡലിൽ മെറ്റൽ ബുഷുകളും വരാറുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ച സ്റ്റാർട്ടർ സെറ്റുകൾക്ക് സാധാരണ 2 ക്ലച്ച് ഡ്രൈവുകൾ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ എൻ്റെ അനുഭവത്തിൽ പ്ലാസ്റ്റിക് ബുഷുകളുള്ളതാണ് കുറച്ചുകൂടെ നല്ലത്. ഇതിലെ ബോൾട്ടിൻ്റെ സൈസും 14 ആയതുകൊണ്ട് നമുക്ക് അതേ റിംഗ് സ്പാനർ ഉപയോഗിച്ച് തന്നെ ഇതും ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 4 ബോൾട്ടുകൾ അഴിച്ചെടുക്കണം. ഇപ്പോൾ ഫ്ലൈ വീല് ഫ്രീ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ടർ സെറ്റ് ഇതിലേക്ക് പിടിപ്പിക്കാം. അപ്പം മുമ്പ് നമ്മൾ കാണിച്ചതിൽ ഹെവി സ്റ്റാർട്ടർ സെറ്റ്, ലൈറ്റ് ആയിട്ടുള്ളത്, പിന്നെ 2 സ്പ്രിങ് ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് 2 സ്പ്രിങ് ഉള്ള ഈ സ്റ്റാർട്ടർ സെറ്റ് അല്ല. ഇത് വേണമെങ്കിൽ ഇതിൽ ഫിറ്റ് ചെയ്യാം. ഞാനിന്ന് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ സ്പ്രിങ് ഉള്ള ഹെവി സ്റ്റാർട്ടർ സെറ്റാണ്. നമ്മൾ ആദ്യം അഴിച്ചെടുത്തതുപോലെ തന്നെ അതിൻ്റെ പ്ലേറ്റൊക്കെ കറക്റ്റായിട്ട് പൊസിഷനിൽ വെച്ച് സെറ്റ് ചെയ്യേണ്ടതാണ്. സെറ്റ് ചെയ്യുന്ന വിധമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പ്ലേറ്റ് മാറാൻ പാടില്ല, അതിൻ്റെ പൊസിഷനിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞു. ഇനി ബോൾട്ടിട്ട് മുറിക്കാൻ മാത്രം മതി. ഇങ്ങനെ ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് മഞ്ഞ കവർ അഴിച്ച് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റാർട്ടർ സെറ്റ് ഒന്ന് വലിച്ചു നോക്കാം. വലിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നല്ല വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുഴുവൻ ടൈറ്റ് മാറുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, എന്നാലും നല്ല ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 52 cc പുതിയ ക്ലച്ച് ഡ്രൈവും നല്ല സ്റ്റാർട്ടർ സെറ്റും ഫിറ്റ് ചെയ്യുന്ന രീതി. ഇതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് സ്റ്റാർട്ടർ സെറ്റിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാം. പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയേയില്ല. പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ഇതിൻ്റെ സിലിണ്ടർ സെറ്റും ക്രാങ്കും 43ലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.